കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി കാന്തപുരമാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇപ്പോൾ കാന്തപുരം പറയുന്നതാണ് കേരളത്തിൽ നടക്കുന്നത്. കാന്തപുരം കുറച്ച് നിർദ്ദേശങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വേനലവധി മാറ്റുക, ഇനി 2 പരീക്ഷ മതി. അതോടൊപ്പം തന്നെ ഈ ഓണാവധിയും ക്രിസ്മസ് അവധിയെല്ലാം അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാടുണ്ട്. ഇനി ഇതെങ്ങനെയാണ്, 5 വർഷമാണോ അതോ നമുക്കറിയാമല്ലോ ഏകാധിപത്യ ഭരണം പോലെ തുടർച്ചയായി തന്നെ അങ്ങ് പോകുമോ? സംസ്ഥയുടെ നേതാവ് അദ്ദേഹമാണ്, അത് തുടർച്ചയായി പോകുന്നതാണ്. അതുപോലെ 5 വർഷം കഴിഞ്ഞ് കാന്തപുരം മാറി പുതിയ ഏതെങ്കിലും നേതാവ് വരുമോ വിദ്യാഭ്യാസ മന്ത്രിയായി? സമസ്ത വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യപ്പെടുന്ന പരിഷ്കാരങ്ങൾ പറയുന്നത് യാഥാസ്ഥിതികമാണ്. ഒരു പുരോഗമന സമൂഹത്തിന് ചേരുന്നത് അവിടെയാണ് ഈ പ്രശ്നം. നിർദ്ദേശങ്ങൾ ആർക്കും കൊടുക്കുക, അഭിപ്രായം പറയാം, നല്ല കാര്യം തന്നെ. ഇത് പക്ഷേ യാഥാസ്ഥിതികത്വം മാത്രമല്ല, പശ്ചാത്ഗമനം മാത്രമല്ല, മതവെറിയും കൂടിയുണ്ട്. മതവിദ്വേഷം കൂടി കലരും. അങ്ങനെ ഒരാളല്ല വാസ്തവത്തിൽ കാന്തപുരം. അങ്ങനെ മതവെറി പടർത്തുന്ന ആളല്ല. അദ്ദേഹത്തിന് ധാരാളം അനുയായികളൊക്കെ ഉള്ള ആളാണ്. മതവെറി പടർത്തുന്ന മുദ്രാവാക്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കലാഭൂമിയായിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സ്വാധീന ശക്തിയുള്ള ആളാണ്. വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണല്ലോ യമനിലുമൊക്കെ. അപ്പോൾ ഈ പരിഷ്കാരങ്ങളൊക്കെ യമനിലെ ആൾക്കാർ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ അദ്ദേഹം അവിടെ നടപ്പാക്കട്ടെ. കേരളത്തിലെ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ് ഉണ്ട്, അതിൻ്റെ തലപ്പത്ത് ആൾക്കാരുണ്ട്, തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. ആ തുടർന്നു വരുന്ന സമ്പ്രദായമാണ് ഓണക്കാലത്തൊരവധി, അവിടെ ഒരു പരീക്ഷ, ക്രിസ്മസ് കാലത്ത് വീണ്ടും ഒരവധി, അവിടെ ഒരു പരീക്ഷ, പിന്നെ വർഷാന്ത പരീക്ഷ. ഇതിലിപ്പോൾ മഴ കെടുതികളായിട്ട് 2018 മുതൽ അനുഭവപ്പെടുന്നതിനായിട്ട് കുട്ടികളുടെ സുരക്ഷിതത്വം കരുതി അതിലൊരു മാറ്റം വരുത്തണോ എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ്. അപ്പോൾ ആ ഒരു അവസരം ഉപയോഗിച്ച് അതിൻ്റെ മറവിൽ ഓണാവധി അങ്ങ് ഇല്ലാതാക്കി കളയുക. അപ്പോൾ അവധിയിൽ നിന്ന് മതത്തെ എടുത്ത് മാറ്റുക എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓണമെന്ന് പറയുന്ന ഒരു മതമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. ഇന്ത്യൻ സംസ്കാരം പോലെ തന്നെ അത് ഹിന്ദു സംസ്കാരമല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് അത് ആചരിക്കപ്പെടുന്നത്. ഇന്ത്യ ഉടനീളം അത് അറിയപ്പെടുന്നു, ആചരിക്കപ്പെടുന്നു. ലോകത്തുടനീളം അതിന് സമാനമായിട്ടുള്ള ആചാരങ്ങളുണ്ട്. ഇന്തോനേഷ്യയിൽ പോലും ഉണ്ട്. അസീറിയൻ സംസ്കാരത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണിത് എന്നും പറയുന്നുണ്ട്. അത്തരം ഒരു ആചാരം നമ്മൾ അതിനെ തുടർന്നുള്ള അവധിയും കുട്ടികളുടെ ആഘോഷവും സന്തോഷവും എന്തുകൊണ്ട് ഇല്ലാതാക്കണം? അത് വല്ലാത്ത മുറിവ് ബാലമനസ്സുകളിൽ മാത്രമല്ല, സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും എല്ലാം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ജനവിരുദ്ധമായിട്ടുള്ളൊരു നിലപാട് കേരളത്തിൽ അദ്ദേഹം എടുക്കാൻ പാടില്ല. ശരിയാണ്. നമ്മളിപ്പോൾ അബുദാബി പോയി കഴിഞ്ഞാൽ ഓണാവധിയില്ല, മറ്റ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ ഓണം നഷ്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ? സാമൂതിരി ചോദിച്ചതുപോലെ നമ്മുടെ ഞാറ്റുവേല എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒന്നാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ സവിശേഷമായ ഭാഗമാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ മഴക്കാലത്ത് വലിയൊരു ഭീഷണിയായിട്ട് വരുന്നുണ്ട്. എന്താ കാര്യം? കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വരുന്നു. അതുകൊണ്ടാണ് മഴ വരുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനം വളരെ മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അന്ന് നിയമസഭയിലെ ഘോരമായിട്ടുള്ള പ്രസംഗങ്ങൾ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച്, മരം മുറിച്ചു കഴിഞ്ഞാൽ, വനം കയ്യേറിക്കഴിഞ്ഞാൽ മഴ കുറയും എന്നുള്ളതായിരുന്നു അന്ന്. അങ്ങനെ അതൊരു തെറ്റായ വാദമായിരുന്നു. മരം ഇല്ലാതായി കഴിഞ്ഞാൽ മഴ കുറയുകയല്ല ചെയ്യുക, കാലാവസ്ഥയിൽ അനിശ്ചിതത്വം ഉണ്ടാകുക. അതായത് മഴ കൂടുതൽ പെയ്യുന്ന സ്ഥലങ്ങളിൽ മഴ അങ്ങ് കൂടും ക്രമാതീതമായിട്ട്. അതാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ ആ വർഷങ്ങളിൽ ആ ചർച്ചകൾക്കിടയിൽ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ വായിച്ചു നോക്കണ്ടേ, അതിനുള്ള അറിവ് സമ്പാദിക്കണ്ടേ. ഇതിപ്പോൾ അതിവർഷം, അതാണിപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്. മഴയില്ലാത്തപ്പോൾ അതികഠിനമായ താപം. ഇത് രണ്ടുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ലക്ഷണങ്ങൾ. അതിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് പകൽ ചൂട് നമുക്ക് സഹിക്കാൻ വയ്യാത്ത തരത്തിൽ, മഴ വന്നാൽ അത് വലിയൊരു പ്രളയം സൃഷ്ടിക്കുന്ന തരത്തിലുള്ളത്. ഇതാണ് ഈ മരങ്ങൾ നഷ്ടപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന കാര്യം. അന്ന് സീതി ഹാജി ചോദിച്ചത്, സുധകുമാരിയെ പറഞ്ഞുകൊണ്ട്, ആ പെണ്ണ് എന്തിന് പറയുന്നത്, കടലിൽ മഴ പെയ്യുന്നത് എങ്ങനെ, അവിടെ മരം ഉണ്ടായിട്ടാണ് എന്നാണ് നിയമസഭയിൽ ചോദിച്ചത്. അപ്പോൾ വിവരം ഉണ്ടാവണം. സീതി ഹാജിക്ക് മാത്രമല്ല ബാധകം, കാന്തപുരത്തിനും ബാധകമാണ്. നിങ്ങളുടെ ഹദീസുകൾ മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ ചരിത്രം പഠിക്കണം, മതേതരത്വം പഠിക്കണം, ഭരണഘടന പഠിക്കണം. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടേ തീരുമാനമെടുക്കാൻ പറ്റൂ.
നമ്മുടെ ദേശീയ ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന ഒന്നിനോടനുബന്ധിച്ച് ഈ ഓണം കാണുമ്പോൾ ചിലർക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ? വിവരമില്ലാത്തതുകൊണ്ടാണ് പറയണമല്ല, അത് നിർദോഷമായിട്ടുള്ള ഒരു ഐക്യമുണ്ടല്ലോ. അതല്ല. ഹിന്ദു, ഈ മുസ്ലിം, കാന്തപുരം ഒരു ക്രൈസ്തവർ വർഗീയവാദിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വിവരമില്ല. എല്ലാവരും ഒറ്റക്കെട്ടെ ആഘോഷിക്കുന്നത് ഓണം. അപ്പോൾ അതൊന്ന് തകർക്കുക എന്നതാണ് ചിന്ത. ഒരു അനാവശ്യ ഞാൻ വിവാദങ്ങളിലേക്ക് ശ്രീജിത്തിനോട് ഒരു കാര്യം പറയാം. രവീന്ദ്രനാഥ ടാഗോർ ഒരു വർഗീയവാദിയാണെന്ന് ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല, ഒരാളും പറയുകയില്ല. ആ രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചതാണ് ആ ശാന്തിനികേതൻ എന്ന് പറയുന്ന അവിടെ പൗഷം എന്ന് പറയുന്ന മാസം ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ ദുർഗാഷ്ടമി ആചരിക്കാറുണ്ട്. അവിടെ അതുപോലെ തന്നെ നമ്മുടെ ഈ വിദ്യാരംഭവും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ദുർഗാ പൂജയായിട്ട് ആചരിക്കാറുണ്ട്. എല്ലാ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും നടക്കാറുണ്ട്. എല്ലാ മതങ്ങളും അവിടെ അതിൽപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും ഉണ്ട്. ഒരു ഹിന്ദു വിദ്യാലയമല്ലത്. എന്തുകൊണ്ട്? രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന വർഗീയതയെ ആവോളം ഉയർത്തിരുന്ന ആൾ അത് നടപ്പാക്കുന്നു. കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ, ഈ മണ്ണിൻ്റെ സംസ്കാരത്തിൻ്റെ സ്വാംശീകരണത്തിൻ്റെ ഭാഗമാണ് അതെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ഈ മതത്തിൻ്റെ കണ്ണുകൊണ്ട് അത് കാണുമ്പോൾ ഒരു ഹിന്ദു ആചാരമാണ്. അങ്ങനെയാണിപ്പോൾ കടവള്ളൂർ സിറാജുൽ സ്കൂളിലെ ഒരു അധ്യാപിക കുട്ടികൾ, മക്കളെ അത് ആഘോഷിക്കരുത്, അത് ഹിന്ദുക്കളുടെയാണ്, ആരാധനാ സമ്പ്രദായമുണ്ട് എന്ന് പറയും. മതത്തിൻ്റെ കണ്ണുകൊണ്ട് സംസ്കാരത്തെ നോക്കിക്കാണരുത്. നിങ്ങൾ നോക്കൂ, കാന്തപുരത്തിനോട് ഞാൻ പറയാം, ലോകത്തിലെ എല്ലാ മുസ്ലിം രാജ്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന ആളാണല്ലോ കാന്തപുരം. അങ്ങനെ ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം, പൂർണ്ണ ബോധ്യമുണ്ട്. താങ്കൾ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യം അറിയുമായിരിക്കും, ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം. ആ രാജ്യത്തിൻ്റെ കറൻസി താങ്കൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ നടുക്ക് ഗണപതിയുടെ പടമാണുള്ളത്. ഗണപതി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ട് ആ രാജ്യം അതില്ലാതാക്കുന്നില്ല? ആരാധനാ സമ്പ്രദായത്തിൻ്റെ മൂർത്ത രൂപമായ ഗണപതിയെ അവർ ഒഴിവാക്കുന്നില്ല. കാരണം ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിലെ രാജാവ് ബൊഹീമിയൻ ബുദ്ധ പ്രതിമകളെ ആ രാജ്യത്തിൻ്റെ ഒരു അഭിമാന ചിഹ്നമായി വെച്ചുകൊണ്ടിരുന്നത്. പിൽക്കാലത്ത് താലിബാൻ അത് നടത്തുന്നത്. അങ്ങനെ സംസ്കാരമെന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടൊന്നാണ്. മതത്തിൻ്റെ കൂടം കൊണ്ട് തകർക്കപ്പെടേണ്ട ഒന്നല്ല. ആ ബോധ്യം വേണം. അതാണ് ഓണം. അതാണ് ഓണത്തിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന സന്തോഷം. അവരുടെ സന്തോഷം ആ അവധിയാണ്. അവർ കളിക്കട്ടെ. മഴക്കാലം കൂടുമ്പോൾ നിങ്ങളത് കലക്ടർക്ക് അവധി പ്രഖ്യാപിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളതിനെ അങ്ങനെ നേരിടുന്നത്. പിന്നെ നിങ്ങൾ മഴക്കാലം നോക്കി അവധി വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ആ മാസത്തിൽ മഴ പെയ്യണമെന്നില്ല. കാലാവസ്ഥ മുഴുവൻ തകിടാൻ പറഞ്ഞു. നമ്മളുടെ ഈ വനം കയ്യേറ്റം കൊണ്ടും മരം മുറിക്കൽ കൊണ്ടും പശ്ചിമഘട്ടത്തിലെ ദുർവിനിയോഗം കൊണ്ടും റിസോർട്ടുകളുടെ നിർമ്മാണം കൊണ്ടും ഫ്രജൈൽ മേഖലയിൽ കയറി നമ്മൾ വ്യവസായങ്ങളും വ്യാപാരങ്ങളും തുടങ്ങിയതുകൊണ്ടും ലാഭത്തിന് വേണ്ടി മലകളെ കൊള്ളയടിച്ചതുകൊണ്ടും. അതുകൊണ്ട് ഇത് എപ്പോഴാണ് മഴ, എപ്പോഴാണ് വെള്ളുടി, ഇതൊന്നും തിരിച്ചറിയാനോ പ്രവചിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓണം എന്ന് പറയുന്ന മാസത്തിനോടനുബന്ധിച്ചും ക്രിസ്മസിനോടനുബന്ധിച്ചും തന്നെ കൊടുക്കുന്ന അവധി അത് അങ്ങനെ തന്നെ തുടരട്ടെ. അഡീഷണലായിട്ട് മഴയ്ക്ക് അവധി കൊടുത്താൽ അത്രയും നാൾ കൂടി സാധ്യമായ ദിവസങ്ങൾ വർദ്ധിപ്പിച്ചതിന് പരിഹാരം കാണണം. അല്ലാതെ വേറെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന പരിഹാരങ്ങൾ ദയവായിട്ട് മന്ത്രിക്ക് ഉപദേശിച്ച് കൊടുക്കരുത്.